ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നിങ്ങൾ എന്നെ 2 പ്രൊഫൈൽ കാണുമായിരിക്കും. എൻ്റെ ലാപ്ടോപ്പിൽ ഓഡിയോ വർക്ക് ചെയ്യുന്നില്ല, അപ്പോൾ ഞാൻ വീഡിയോ ലാപ്ടോപ്പിലും ഓഡിയോ മൊബൈലിലുമാണ്. അങ്ങനെ 2 രീതിയിലൊക്കെ ക്ലാസ്. ഗുഡ് മോർണിംഗ് മാം. അല്ലേ, ക്ലിയർ ആണല്ലോ അല്ലേ? കേൾക്കാലോ? ജസ്റ്റ് കൺഫേം പ്ലീസ്. മിസ്സേ ജോബ് സാർ അല്ലായിരുന്നോ? എന്തോ ജോബ് സാർ അല്ലായിരുന്നോ? അങ്ങോട്ട് ഓടി പോകൂ, ജോബ് സാറിനെ കൊണ്ടുവരൂ, അതാണ് ഉദ്ദേശിച്ചത്. അല്ല, ഞാൻ ടെക്സ്റ്റെല്ലാം എടുത്ത് ഇംഗ്ലീഷ് അതാ ചോദിച്ചു. ആക്ച്വലി ജോബ് സാറിന് ചെറിയൊരു വർക്ക് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ആണ് ഞാൻ ക്ലാസ് ചെയ്യുന്നത്. അത് കുഴപ്പമില്ല. ഞാൻ ടെക്സ്റ്റ് എടുത്തത് ഇംഗ്ലീഷിലെയാ, മറ്റേത് വീട്ടിലാ. രേവതി വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നതായിരിക്കും അല്ലേ? ഞാൻ കടയിലിരിക്കുന്ന മീറ്റിംഗ് വരുമ്പോ ഡെയിലി ഉള്ളത് എടുത്തോണ്ട് വരുവാണ്. ഐഷ ഗുഡ് മോർണിംഗ് മാം. ഓക്കെ ഫൈൻ. പ്രെയർ എല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല മിസ്. പ്ലീസ്. ആരാ പ്രെയർ? ജോസ്മിന്റെ ഓഡിയോ ഓൺ ആയതുകൊണ്ട് ചോദിച്ചതാ. പറയാം മിസ്, പറയാം. Lord, help me to remember that nothing is going to happen to me today that you and I together can't handle. Amen. സ്റ്റാർട്ട് ഓഫ് ദി ഡേ പറയട്ടെ. Reading gives us some place to go when we have to stay where we are. മിസ് കേൾക്കുന്നില്ല. മ്യൂട്ട് ആയി. ഫസ്റ്റ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തന്നിരുന്നു. തന്നിരുന്നു. അതിന് ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? ചെയ്തോളല്ലേ? ചെയ്തു തുടങ്ങിയോ ആരെങ്കിലും? ബുക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ. Pictures of wonderful animal or creatures with the details എന്ന് പറയുമ്പോൾ പിക്ചറും വേണോ അത് അതിന്റെ ഡീറ്റെയിൽസും വേണോ? വേണം. ഒന്നും കൂടി പറയാമോ റെക്കോർഡിന്റെ കാര്യം? എന്ന് വെച്ചാൽ എന്താണ്, റെക്കോർഡിൽ എഴുതേണ്ട എല്ലാ കണ്ടന്റും ഒന്നുകൂടെ പറയാനാണോ? അതാണ് ഉദ്ദേശിച്ചത്. That you have to watch recorded video. If you have any doubts regarding any questions, I can explain. But വീണ്ടും അത് മുഴുവൻ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡഡ് വീഡിയോ, റെക്കോർഡ് ക്ലാസ് കാണുന്നതായിരിക്കും നല്ലത്. എന്നിട്ടും ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമുക്ക് പറയാം. ബിക്കോസ് ടൈമിനൊരു വാല്യൂ ഉണ്ട്. എവറി ടൈം നമ്മൾ റിപ്പീറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ നമ്മൾ ഒരു ക്ലാസ് എടുത്തത് വീണ്ടും ഞാൻ ക്ലാസ് എടുക്കുക, എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് റെക്കോർഡിംഗ് നടന്നിട്ടില്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ റെക്കോർഡഡ് വീഡിയോ വാച്ച് ചെയ്യണം. ഓക്കെ, ദാറ്റ്സ് മൈ റിക്വസ്റ്റ്. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പം നമ്മൾ എന്തായിരുന്നു? ഹെൽത്ത് ആൻഡ് ഹൈജീൻ, റൈറ്റ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്താണ്, അതിന്റെ സ്കോപ്പ്, ആ കാര്യങ്ങളൊക്കെ അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ? ഇനി സ്കൂളിൽ അതിന്റെ ഇമ്പോർട്ടൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നു. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ ഹെൽത്തിനെ കുറിച്ച് ഞാൻ ഒന്നും കൂടെ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, ഇന്റലക്ച്വൽ. വെരി ഗുഡ്. 4 മെയിൻ ആസ്പെക്ട്സ് ഉണ്ട് ഹെൽത്തിന്: ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, സ്പിരിച്വൽ ഹെൽത്ത്. നമ്മൾ ആ വെൽനെസ്സിലും ഇത് കണക്ട് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. സ്പിരിച്വൽ വെൽനെസ്, സോഷ്യൽ വെൽനെസ്, ഇമോഷണൽ വെൽനെസ്, ഫിസിക്കൽ വെൽനെസ് ഒക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പം എല്ലാം സെയിം തന്നെയാണ്. എല്ലാം ഒരു മിററിന്റെ 2 സൈഡ്സ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഹെൽത്തും വെൽനെസ്സും. ഇനി ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഒരു കുട്ടി ജനിക്കുമ്പോൾ അതിൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത് അതിന് ചിലപ്പോൾ ജനിതകപരമായിട്ട് ജനറ്റിക് ആയിട്ട് ഉള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഹെൽത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകാം, ഹെറിഡിറ്റി ആയിട്ടുണ്ടാകാം അല്ലെ. അങ്ങനെ പല രീതിയിലും ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണിത്. പിന്നെ മെന്റൽ ആറ്റിറ്റ്യൂഡ്സ്, കുട്ടി വളരുന്ന എൻവിയോൺമെന്റ്, സാഹചര്യം, ആ ഒരു സറൗണ്ടിങ്സ്, എൻവിയോൺമെന്റ്, പിന്നെ അവിടെ തന്നെ കുട്ടിക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ, അതായത് നാച്ചുറൽ ആയിട്ടുള്ള നല്ല ക്ലീൻ വാട്ടർ, നല്ല ബാലൻസ്ഡ് ഡയറ്റ്, പിന്നെ വീടിൻ്റെ ആ ഒരു സിറ്റുവേഷൻ എവിടെയാണോ നല്ല വെന്റിലേഷനും അതുപോലെ തന്നെ ഹൈജീൻ ആയിട്ടുള്ള പ്ലേസ് ആണോ, ഇതെല്ലാം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു കുട്ടിയുടെ വളർച്ചയെ ബാധിക്കുന്നതാണ്. പിന്നെ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്, നമ്മൾ ഇന്ത്യയിൽ, മേ ബി കേരളത്തിൽ അത്രത്തോളം ഉണ്ടാവില്ല, എന്നാലും നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, സൂപ്പർസ്റ്റിഷ്യൻസ് ഒക്കെ ഇപ്പോഴും ഉണ്ട്, അന്ധവിശ്വാസങ്ങൾ അതിനനുസരിച്ച് പല കാര്യങ്ങളും ചെയ്യുന്ന, നമ്മൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ചില ക്രൂരകൃത്യങ്ങളൊക്കെ അന്ധവിശ്വാസം മൂലമൊക്കെ നടക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ലൈഫിനെ ബാധിക്കും. ചില കുട്ടികൾ ജനിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിയുമ്പം ആ കുട്ടിയുടെ ജനനം കാരണമാണ് അത് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഒരു കേഴ്സ്ഡ് കുട്ടിയാണെന്നും, ചിലപ്പോൾ നല്ല കാര്യം നടക്കുന്നെങ്കിൽ ബ്ലെസ്സിങ് ആണ്, ദൈവമാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സൂപ്പർസ്റ്റിഷ്യൻസ് ഒക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചാണ് പറഞ്ഞത്, സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇന്ന് ഹാബിറ്റും ബിഹേവിയറും തമ്മിലുള്ള വ്യത്യാസം. ഹാബിറ്റ് ആൻഡ് ബിഹേവിയർ, എന്താ ഡിഫറൻസ്? കേൾക്കുന്നില്ലേ? ബിഹേവിയർ എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്ന, അത് ഹാബിറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ചീത്തക്കാര്യം, നമ്മുടെ ശീലങ്ങൾ. ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വഭാവ സവിശേഷതകൾ അല്ലെ, സ്വഭാവം. ഹാബിറ്റ് എന്ന് പറയുമ്പോൾ ശീലങ്ങൾ. ഓക്കെ, നിങ്ങൾക്കൊന്ന് എക്സാമ്പിളിലൂടെ പറയാൻ പറ്റുമോ? ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യണതാണ് ബിഹേവിയറിൽ ഒരു എക്സാമ്പിൾ പറയുന്നത്. നമ്മളിപ്പോ രാവിലെ എന്നും ബ്രഷ് ചെയ്യണതാണ് ഒരു ഹാബിറ്റ്. അതുപോലെ തന്നെ ഹാബിറ്റ്സ്, ഗുഡ് ഹാബിറ്റും ബാഡ് ഹാബിറ്റും ഉണ്ടല്ലേ. സ്മോക്കിംഗ് ഈസ് എ ഹാബിറ്റ്, അത് മാറ്റാൻ ഭയങ്കര പാടായിരിക്കും അല്ലേ, ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ചില ആളുകൾക്ക് രാവിലെ എണീറ്റ ഉടനെ തന്നെ ബെഡ് ടീ അല്ലെങ്കിൽ ബെഡ് കോഫി വേണം, അത് ഭയങ്കര ഒരു സ്ഥിരം, അവരതങ്ങനെ ആ ഒരു ഹാബിറ്റ് പോലെ അങ്ങനെ. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദിവസവും ഫുഡിന് ശേഷം ഒരു മധുരം എന്തെങ്കിലും കഴിക്കണം, ഒരു ഹാബിറ്റ് പോലെ. ചില ഹാബിറ്റ്സ് നമുക്ക് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, നല്ലൊരു ഹാബിറ്റ് അല്ലെങ്കിൽ. ചിലത് പക്ഷേ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. അതുപോലെ തന്നെ ഗുഡ് ഹാബിറ്റ്, അത് നല്ല ശീലങ്ങളെ നല്ലപോലെ ശീലമാക്കാനായിട്ടും ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ഫ്രേസ്, ഒരു പഴഞ്ചൊല്ല് പോലെ, ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന്. അതായത് ഒരു മനുഷ്യൻ ചെറുതായിരിക്കുമ്പോൾ ശീലിക്കുന്നത് അവൻ വലുതാകുന്നവരെ, നെയിൽ ബൈറ്റിങ്. ചില ആളുകൾ അവരിങ്ങനെ നഖം കടിച്ചുകൊണ്ടേയിരിക്കും, അവരറിയാതെ തന്നെ അങ്ങനെ പോകും.
എത്ര പ്രായമായാലും ഏത് പൊസിഷനിൽ എത്തിയാലും നെയിൽ ബൈറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അതൊരു ശീലമാണ്, മാറ്റാൻ പറ്റാത്ത പോലത്തെ ഒരു ശീലം. ബിഹേവിയർ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, സ്വഭാവ സവിശേഷത, സ്വഭാവ ഗുണവുമായി കണക്റ്റഡ് ആണ് ബിഹേവിയർ എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് ഗുണമാവാം, ചിലപ്പോൾ അത് ദോഷമാവാം അല്ലെ. ഇനി ബിഹേവിയർ ചേഞ്ചസ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോഴുള്ള നമ്മളുടെ ഒരു രീതി ആയിരിക്കില്ല നമ്മൾ ഓഫീസിൽ ബോസിൻ്റെ അടുത്തൊരു മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ, നമ്മളൊരു വെഡ്ഡിങ് ഫംഗ്ഷന് പോകുമ്പോഴുള്ള നമ്മളുടെ രീതി ആയിരിക്കില്ല നമ്മളൊരു മരണ വീട്ടിൽ പോകുമ്പോൾ. അപ്പം ബിഹേവിയർ സിറ്റുവേഷനനുസരിച്ച് നമുക്ക് പെരുമാറാനുള്ള നമ്മളുടെ ആ ഒരു കഴിവ്, നമ്മളുടെ ആ ഒരു ബോധം അല്ലെ, ബോധത്തോടു കൂടിയാണ് ആൾക്കാർ ബിഹേവിയർ ഇങ്ങനെ ചേഞ്ച് വരുന്നത്. അതാണ് ഹാബിറ്റും ബിഹേവിയറും തമ്മിൽ വ്യത്യാസം. ഓക്കെ, ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാബിറ്റ്സ് ആൻഡ് ബിഹേവിയർ എന്ന് വന്നതുകൊണ്ടാണ് ഞാനത് എന്താണെന്നൊന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പായിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ ശരിക്കും എന്താണ് ചെയ്യുന്നത്? ആളുകളെ മനസ്സിലാക്കിക്കുന്നു എങ്ങനെ, ഹൗ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് നമ്മൾക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതിനെപ്പറ്റി നല്ലൊരു അവയർനെസ് കൊടുക്കുന്ന ഒന്നാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ എങ്ങനെ അസുഖങ്ങൾ വരാതെ നോക്കാൻ, അതായത് ഇഞ്ചുറീസ്, ഇൽനെസ്, മുറിവുകളും നമ്മൾ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് എടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യുന്നു അല്ലേ. അപ്പം അതും ഹെൽത്ത് എഡ്യൂക്കേഷനിൽ വരും. ഇഞ്ചുറീസ് അതുപോലെ തന്നെ ഇൽനെസ്, അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ട്, നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ആ അവയർനെസ്സും ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഹൗ ടു മാനേജ് ക്രോണിക് കണ്ടീഷൻസ്. എന്തൊക്കെയാ ക്രോണിക് കണ്ടീഷൻസ് വരിക? ചില ആളുകൾ ഡയബറ്റിക്, അതൊരു ക്രോണിക് കണ്ടീഷൻ ആണല്ലേ. ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു അസുഖമല്ല, അതൊരു അവസ്ഥയാണ്, ക്രോണിക് കണ്ടീഷൻ. തൈറോയിഡ്, അതും ഒരു ക്രോണിക് കണ്ടീഷനാണ്. പിന്നെ പ്രഷർ ഉള്ളത് അല്ലേ. അങ്ങനെ അങ്ങനെ ഓരോരോ രീതിയിൽ ഇപ്പം കിഡ്നിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം, അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലും ഡയറ്റും ഒക്കെ ചേഞ്ച് വരുത്തേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെയുള്ള ക്രോണിക് കണ്ടീഷൻസ് വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾക്ക് വേണ്ടുന്ന അറിവ്, ഒരു അവയർനെസ് തരുന്നു. ഇതെല്ലാമാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ചെയ്യുന്നത്. എന്തൊക്കെയാ പറഞ്ഞേ? ഹൗ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, how to prevent illness and injuries, how to manage chronic conditions. 3 പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, നിങ്ങളുടെ ടെക്സ്റ്റിലില്ല, ഞാനൊന്ന് ആഡ് ചെയ്ത് പറഞ്ഞതാണ്. അപ്പം ഹെൽത്ത് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നു, ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. എന്ത് കാര്യങ്ങളാണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ ഹെൽപ്സ് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഫസ്റ്റ് വൺ, ഹൗ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ടൈപ്പ് ചെയ്യാമോ? സ്പീഡുള്ള ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ഹൗ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഹൗ ടു പ്രിവെൻറ്റ് ഇൽനെസ് ആൻഡ് ഇഞ്ചുറീസ്, ആൻഡ് ഹൗ ടു മാനേജ് ക്രോണിക് കണ്ടീഷൻസ്. സ്റ്റാർട്ടിങ് ഒരു സെൻറ്റൻസ് ആയിട്ട് തുടങ്ങുക. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഹെൽപ്സ് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, താഴെ വണ്ണിട്ടിട്ട് ഹൗ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, 2 ഹൗ ടു പ്രിവെൻറ്റ് ഇൽനെസ് ആൻഡ് ഇഞ്ചുറീസ്, 3 ഹൗ ടു മാനേജ് ക്രോണിക് കണ്ടീഷൻസ്. ആരെങ്കിലും ടൈപ്പ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്യേണ്ടി വരും? എനിവൺ ടൈപ്പ് ചെയ്യുന്നുണ്ടോ? ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത്ര സ്പീഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞേ. ഫസ്റ്റ് ഈ ഒരു സെന്റൻസ് നിങ്ങൾ എഴുതണം. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഹെൽപ്സ് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, താഴെ 1 എന്നിട്ടിട്ട് ഹൗ ടു വണ്ണിന് പകരം 10 ആയിപ്പോയേ, ശ്രദ്ധിച്ചോളേ. 2 how to prevent
ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണും, നിങ്ങളതനുസരിച്ച് എഴുതിക്കോളുക. To manage conditions. ഓക്കെ, ഇപ്പം 3 പോയിന്റ്സ് ആണ്. ഫസ്റ്റ് വൺ 10 അല്ല 1 ആണ് കേട്ടോ. ഇനീഷ്യലി ഒരു സെന്റൻസ് എഴുതുക. ഇറ്റ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഹെൽപ്സ് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. താഴെ 1 ഹൗ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഹൗ ടു പ്രിവെന്റ് ഇൽനെസ് ആൻഡ് ഇഞ്ചുറീസ്. തേർഡ് വൺ ഹൗ ടു മാനേജ് ക്രോണിക് കണ്ടീഷൻസ്. ക്രോണിക് കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റിക്, തൈറോയിഡ്, പ്രഷർ, അങ്ങനെ എന്തെങ്കിലും കിഡ്നി ഡിസ്ഫങ്ഷൻ, അങ്ങനെയൊക്കെയുള്ള ചില ലൈഫ് ലോങ് നമുക്ക് ആ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്ന മാറാതിരിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, അതൊക്കെ ഇതാണല്ലോ. അപ്പം അതെല്ലാം അതിനെയൊക്കെ മാനേജ് ചെയ്യാനായിട്ട്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷെ നമുക്കത് മാനേജ് ചെയ്ത് ലൈഫ് സ്റ്റൈല് ശരിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ എല്ലാം നോട്ട് ചെയ്തോ. 3 കാര്യങ്ങളാണ്. 3 കാര്യങ്ങളിൽ നമുക്ക് 3 ഏരിയകളിലുള്ള അവയർനെസ് ആണ് നമുക്ക് തരുന്നത്. ഒന്ന്, നല്ലൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ, പിന്നെ ഇൽനെസ്സും ഇഞ്ചുറീസും ഒന്നും വരാതെ എന്തെല്ലാം കാര്യങ്ങൾ, പ്രിക്വേഷൻസ്, അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെല്ലാം സ്റ്റെപ്സ് നമ്മൾ എടുക്കണം. പിന്നെ അതുപോലെ തന്നെ ക്രോണിക് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, അത് നമുക്കെന്നല്ല നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അത് കൂടുതൽ സിവിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റ് അസുഖങ്ങൾ വരാം, ബോഡിയിലെ വേറെ ഓർഗൻസിന് തകരാറ് സംഭവിക്കാം. അതുപോലെ തന്നെ നമ്മൾക്ക് നോളജും സ്കില്ലും പ്രൊവൈഡ് ചെയ്യുന്നു. അത് പെട്ടെന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ, എന്തെങ്കിലും രീതിയിലുള്ള അപകടങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ സമയത്ത് പെട്ടെന്ന് അത് ഒരു ഒരു വീട്ടിലുള്ള എല്ലാവർക്കും ഒരു ഇൻഫെക്ഷൻ വന്നു, കണ്ണിനോ അല്ലെങ്കിൽ ഇപ്പോൾ കോവിഡ് ഒക്കെ വന്നപ്പോഴേക്കും നമുക്കതിന് എന്തെല്ലാം സ്റ്റെപ്സ് എടുക്കണം എന്നുള്ള ഒരു അവയർനെസ് നമുക്ക് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും ഹെൽത്ത് അതോറിറ്റികളുടെ സൈഡിൽ നിന്നും ഒക്കെ പല മെസ്സേജുകളായിട്ടും വീഡിയോകളൊക്കെ ആയിട്ടൊക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങി അല്ലേ. അപ്പം അങ്ങനെ വേണ്ടുന്ന നോളജും സ്കില്ലും, ഇപ്പൊ CPR കൊടുക്കുന്നത് അതും ഒരു ആളുകളെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ആളുകൾ, ഏത് ഏജിലുള്ള ആൾക്കാരും കുഴഞ്ഞു വീഴുവാണ്, ഹാർട്ടിന്റെ ആ പമ്പിങ് നിൽക്കുക, അപ്പോഴാണ് ഈ കുഴഞ്ഞു വീഴുന്നത്. ബ്ലഡ് പമ്പ് ചെയ്യുന്നത് സ്ലോ ആകുമ്പോഴാണ് ആളുകൾ കുഴഞ്ഞു വീഴുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് ആ ബ്ലഡ് പമ്പ് ചെയ്യുന്നത് ശരിയാക്കാൻ വേണ്ടിയിട്ട് CPR കൊടുക്കും. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഈ ഒരു പോർഷൻ ഇങ്ങനെ അങ്ങ് വെക്കും, എന്നിട്ട് മറ്റേ കൈ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ CPR കൊടുക്കുന്നത്? ഈ ഒരു റിസ്റ്റിന്റെ ഈ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വരുന്നത്, അതായത് ലങ്സിന്റെയും ഒരു ഹാർട്ടിന്റെയും ആ ഒരു ഭാഗത്തായിട്ട്. അപ്പം നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേക്കും ഹാർട്ടിൽ നിന്ന് ആ ഒരു പമ്പിങ്, ആ ബ്ലോക്കായ പമ്പിങ് അത് ശരിയാകും. അത് ജസ്റ്റ് ഒരു ഫസ്റ്റ് എയ്ഡ് മാത്രം, എത്രയും പെട്ടെന്ന് ആളെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യാൻ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുവാണെങ്കിൽ വളരെ നല്ല. നമ്മൾ നിന്നിട്ട് കൊടുക്കരുത്, മുട്ടുകുത്തി നിൽക്കണം. ഈ കിടക്കുന്ന കുഴഞ്ഞു വീണ് കിടക്കുമായിരിക്കും, അപ്പൊ എവിടെയാണോ അയാൾ കിടക്കുന്നത് അയാൾ അവിടെ ഫ്ലാറ്റാക്കി കിടക്കുക. അത് റോഡിലാണെങ്കിലും ശരി, ബസ് സ്റ്റാൻഡിലാണെങ്കിലും ശരി, എവിടെയാണോ ആള് വീണ് കിടക്കുന്നത് അവിടെ അങ്ങ് മലർത്തി അങ്ങനെ കിടത്തുക, ഫ്ലാറ്റായിട്ട് ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കാതെ നേരെ കിടത്തുക. നേരെ കിടത്തിയിട്ട് നമ്മൾ ഈ ഒരു പോർഷൻ ഇങ്ങനെ പറഞ്ഞാൽ അതിന്റെ മുകളിൽ ഈ കൈ വരണം, ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അതാണ് CPR കൊടുക്കുന്നതൊക്കെ. അപ്പം എല്ലാവർക്കും അത് പ്രാക്ടീസ്, ഡെമോ പോലെ, മോക്ക് ഡ്രില്ല് പോലെ മിക്കയിടങ്ങളിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഓരോ ഇൻഡിവിജ്വൽസിന് നോളജും സ്കിൽസും പ്രൊവൈഡ് ചെയ്യും. നമുക്ക് അറിവ് മാത്രമല്ല സ്കില്ല്. ഇപ്പോൾ CPR കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സ്കില്ലാണ് അല്ലെ. ആ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സ്കില്ല് തന്നെയാണ്. ആ ഒരു ഇൻസ്റ്റന്റിൽ പെട്ടെന്ന് പ്രോംപ്റ്റായിട്ട് റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ അതും കൂടിയാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽസിന് നോളജും സ്കിൽസും പ്രൊവൈഡ് ചെയ്യുന്നു. ആവശ്യമുള്ള നോളജും സ്കിൽസും, നെസസറി നോളജ് ആൻഡ് സ്കിൽസ്, ആവശ്യമുള്ള നോളജും സ്കിൽസും പ്രൊവൈഡ് ചെയ്യുന്നു. എന്തിനാണ്? നമുക്കൊരാളെ രക്ഷപ്പെടുത്താനോ അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഓക്കെ, നമുക്കവിടെ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് കാണാം. അതിൽ ആ ഹാബിറ്റ്സ് ആൻഡ് ബിഹേവിയർ വന്നതുകൊണ്ടാണ് എന്താണ് ഹാബിറ്റ്സ്, എന്താണ് ബിഹേവിയർ എന്ന്
ഞാനൊന്ന് ചോദിച്ചത്. ജസ്റ്റ് ആ 2 പാരഗ്രാഫ് ആരെങ്കിലും ഒന്ന് വായിക്കാമോ? മിസ് പേജ് നമ്പർ ഒന്ന് പറയാമോ? പറഞ്ഞു കൊടുക്കോ? പേജ് നമ്പർ എൻ്റെ പ്രിന്റ് ഔട്ട്സ് ആണ്, ബുക്കായിട്ടല്ല, അതുകൊണ്ടാണേ. 4. മിസ് സ്ക്രീൻ ഇത് സൂം ചെയ്യാൻ പറ്റുമോ? മിസ്സേ ഞാൻ വായിക്കാം, ആരും വായിക്കുന്നില്ലെങ്കിൽ. Importance of health education. Habits and behavior familiar in childhood remains constant even in adulthood. It is education that helps the child to achieve healthy habits and attitudes. No health program can be improved without the help of a school. Hence, whatever steps are taken in school regarding health have a direct effect on the community. Whatever happens in a community has its effect on the school. It expected school students, whatever they learn about health in the school, do inform or discuss with their parents, other family members. Hence, health knowledge generates through school and parents also get education. Health cannot be achieved simply by taking 1 or 2 pills every day, not by observing, applying this knowledge in everyday life. The care of the body regarding food, cleanliness, exercise, protection against disease are essential for the awareness of sound. രണ്ട് സിസ്റ്റം ആയതുകൊണ്ട് ഓഡിയോ എവിടെയാണെന്ന് പെട്ടെന്ന് കൺഫ്യൂഷൻ ആയി പോകും. ഓക്കെ, സോ ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെ, ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞു. ചൈൽഡ്ഹുഡിൽ കുട്ടികൾ ചെറുപ്പത്തിൽ കാണിക്കുന്ന പല ബിഹേവിയറും അതുപോലെ തന്നെ ഹാബിറ്റ്സും അങ്ങനെ തന്നെ അഡൾട്ട്ഹുഡ് എത്തുന്നവരെ ഉണ്ടാകും അല്ലേ. അപ്പോൾ ശരിക്കും ആ ഹാബിറ്റ്സ് ഗുഡ് ഹാബിറ്റ്സ് ആണെങ്കിൽ അത് അവരുടെ പേഴ്സണാലിറ്റിയെ നല്ല രീതിയിൽ തന്നെ ഷൈൻ ചെയ്യിക്കും. അപ്പൊ അങ്ങനെയുള്ളൊരു എഡ്യൂക്കേഷൻ, ഒരു കുട്ടി ജനിച്ചു വരുമ്പോഴേ അറിയില്ല അതിന് ഏതാ ഗുഡ്, ഏതാണ് ഈവിൾ, ഏതാണ് ബാഡ് എന്നുള്ളത് അറിയില്ല. അപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷൻ തന്നെയാണ് അതിനെ ഷേപ്പ് ചെയ്യിക്കുന്നത്. അപ്പൊ അത് ഹെൽത്ത് റിലേറ്റഡ് എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കുട്ടി അതിനനുസരിച്ച് മാറും, നല്ല ഹെൽത്തി ഹാബിറ്റ്സും ആറ്റിറ്റ്യൂഡ്സും കാണിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ സ്കൂളുകളിൽ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഹെൽത്ത് പ്രോഗ്രാംസ് എല്ലാം നടത്തേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾക്ക് ഇവിടെ സ്കൂളുകളിൽ എന്താ പറയുക, ഫുഡ് ഫെസ്റ്റ് ഒക്കെ നടത്തും അല്ലേ. ചിലപ്പോൾ നല്ല ഹെൽത്തി ഫുഡ് ഓരോരുത്തരുമായിട്ട് കൊണ്ടുവരിക, എന്നിട്ട് കുട്ടികൾ അത് ഇങ്ങനെ ഫെസ്റ്റ് പോലെ വയ്ക്കുന്നു, അങ്ങനെ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ കാണിക്കും. ഇനി കൊച്ചു കുട്ടികൾക്ക് ഒരിക്കലും നമ്മൾക്ക് ഇങ്ങനെ ലെക്ചർ ക്ലാസ് എടുത്തു കൊടുത്ത് അവർക്ക് നല്ല ഹാബിറ്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് നിങ്ങൾ ചെയ്തിരുന്നോ? ചെയ്തോ? ചെയ്തു. ഹാൻഡ് വാഷിന്റെ ആക്ഷൻ സോങ്, ആക്ഷൻ സോങ് അതിന്റെ പ്ലക്കാർഡ്സ് പോലെ ഉണ്ടാക്കിയോ, അല്ലെങ്കിൽ ചാർട്ടിൽ അത് വരച്ചോ? ആ ടെക്നിക്സ് ഓരോന്നും എത്ര സ്റ്റെപ്സ് ഉണ്ടോ ഇല്ലേ, 4, 5, 6 സ്റ്റെപ്സ് ഉണ്ട്. കോവിഡ് സമയത്തായിരുന്നു അത് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് വന്നത്. ഹാൻഡ് വാഷിങ് റബ്ബ് ചെയ്യുന്നത് എത്ര സമയം എന്നുള്ള രീതിയിലൊക്കെ അല്ലെ. അപ്പൊ അങ്ങനെ അത് നിങ്ങൾക്ക് ഒരു ചാർട്ടിൽ ചെയ്ത് കൊണ്ടുപോകാം സ്കൂളിൽ. കുട്ടികളെ കൊണ്ട് നിങ്ങളുടെ ആക്ഷൻ സോങ് യൂസ് ചെയ്തിട്ട് ആ ഒരു ടെക്നിക്സ് പ്രസന്റ് ചെയ്യിക്കും. അല്ലെങ്കിൽ പ്ലക്കാർഡ്സ് പോലെ ചെയ്യാം. പ്ലക്കാർഡ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഓരോ ബോർഡില് ഓരോ ടെക്നിക് 1 നമ്പർ ഇട്ടിട്ട് ഓരോ ടെക്നിക്സ് ആ പ്ലക്കാർഡ്സിൽ ചെയ്യാം. കുട്ടികൾക്ക് ഇങ്ങനെ കയ്യിൽ പിടിക്കാവുന്ന രീതിയിൽ ഒരു സ്റ്റിക്കും ഉള്ള രീതിയിൽ പ്ലക്കാർഡ്സ് ആക്കുക. എന്നിട്ട് കുട്ടികളെ ഓർഡറിൽ നിർത്തിയിട്ട് ഓരോരുത്തരുടെ കയ്യിലും ഇത് കൊടുത്ത് ഈ ആക്ഷൻ സോങ് അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടെ ഇന്നോവേറ്റീവ് ആയിട്ട് ലൈവ്ലി ആകും. കുട്ടികളെല്ലാം അതിൻ്റെ ഒപ്പം പാടുകയൊക്കെ ചെയ്യും. അപ്പം നമ്മൾ ചെറിയ കുട്ടികളുടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അന്ന് സ്കൂളിൽ നടന്ന എല്ലാ കാര്യങ്ങളും വന്ന് വീട്ടിൽ വന്ന് ഇങ്ങനെ പറയൂലേ, നല്ല രസമായിട്ട് അവർ പറയും. അപ്പം സ്കൂളിൽ നിന്ന് അവർക്കൊരു ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അങ്ങനെ തന്നെ വള്ളി പുള്ളി വിടാതെ വീട്ടിൽ വന്ന് പറയും. അപ്പോൾ
ഓരോ ഫാമിലിയിലും ഇതിൻ്റെ അവയർനെസ് കിട്ടുവാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ. അങ്ങനെ ഒരു 20 കുട്ടികളാണ് വന്ന് പറയുന്നതെങ്കിൽ 20 ഫാമിലിയിലാണ് ഈ അവയർനെസ് കിട്ടുന്നത്. കുട്ടികൾ വന്ന് സംസാരിക്കുമ്പോൾ വീട്ടിലുള്ളവരെല്ലാം ശ്രദ്ധിക്കും, പാരൻസും ഗ്രാൻഡ് പാരൻസും സിബ്ലിങ്സും എല്ലാം ശ്രദ്ധിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ ഫാമിലിക്ക് കിട്ടുന്നു. അങ്ങനെ ഒരു സൊസൈറ്റിക്ക് ആ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ അവയർനെസ് കിട്ടുവാണ് കുട്ടികളിലൂടെ. ഒരു സൊസൈറ്റിയാണ് ഹെൽത്തി ആകുന്നത് അല്ലെ, ഓരോ വീടും ഹെൽത്തി ആകുന്നു. അങ്ങനെ വീടുകൾ ഹെൽത്തിയായി എല്ലാം കൂടെ ആകുമ്പോഴേക്കും ഒരു സൊസൈറ്റി, ഒരു കമ്മ്യൂണിറ്റിയാണ് ഹെൽത്തി ആകുന്നത്. ഒരു സ്കൂളിലൂടെ നടന്നൊരു ഹെൽത്ത് എഡ്യൂക്കേഷൻ പാരൻസും അവിടെ എഡ്യൂക്കേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഹെൽത്ത് എന്ന് പറയുന്നത് 2-3 ഇത് മരുന്ന് ദിവസം കഴിക്കുന്നതുകൊണ്ടോ സപ്ലിമെന്റ്സ് എടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിൽ നിന്നും ഹെൽത്ത് കിട്ടില്ല. അപ്പം അതിന് പകരം നമ്മൾക്ക് ഈ കിട്ടിയ അവയർനെസ് നമ്മൾ നമ്മളുടെ ലൈഫിലും നമ്മളുടെ ചുറ്റുപാടും അപ്ലൈ ചെയ്യുമ്പോഴാണ് അപ്ലൈ ചെയ്ത് അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മളുടെ ബോഡിയെ കെയർ ചെയ്യുക, നമ്മളുടെ കറക്റ്റ് ഭക്ഷണം, ബാലൻസ്ഡ് ഡയറ്റ്, നമ്മൾ നല്ല ക്ലീൻ ആയിട്ടിരിക്കുക, ഹൈജീനിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, പിന്നെ അസുഖങ്ങൾ വരാതെ ശ്രദ്ധിക്കുക, അസുഖങ്ങൾ വന്നാൽ അതിനനുസരിച്ചുള്ള മെഡിക്കേഷൻസ് എടുക്കുക, പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുക. അങ്ങനെ ഇതെല്ലാം ആവുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒന്ന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളായിട്ട് മാറുന്നത്. ഓക്കെ, താഴെ 2-3 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു പോയിന്റ്സ് അറിഞ്ഞ് വായിക്കാം. 3 പോയിന്റ് ഉണ്ട്. യെസ്, ആരും ഒന്ന് വായിക്കാനില്ലേ? ജോബ് സാറിന് പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണോ? Yes, ma'am. ഞാൻ വായിക്കാം. Teaching principles of health and hygiene is important as school days make the foundation of habits. The school authorities should guarantee that the school buildings get fresh air and sunlight. Proper water supply should also be available for drinking as well as cleaning purposes. Appropriate exercise should be included in the school curriculum in between study hours, which will be helpful to make the students more powerful. The school should be able to provide the children with a pleasant atmosphere for their growth and development. So teaching principles of health and hygiene is important. Our school days make the foundation of habits. നമ്മൾ പറഞ്ഞു ചെറിയ ക്ലാസ്സിലെ കുട്ടികളിലാണ് ആ ഹാബിറ്റ്സിൻ്റെ ഫൗണ്ടേഷൻ. അവർ ആ ചെറിയ ക്ലാസ്സിൽ ചെറിയ പ്രായത്തിൽ എന്ത് പഠിക്കുന്നു അത് അവർ അഡൾട്ട് ആകുമ്പോഴും അവരിൽ അങ്ങനെ തന്നെ ഉണ്ടാകും. അപ്പോൾ കുട്ടികളെ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ, അപ്പോൾ സ്കൂളിലാണ് അത് നടക്കുള്ളൂ. ഈ ഹാബിറ്റ്സിൻ്റെ ഒരു ഫൗണ്ടേഷൻ സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങും. അതുകൊണ്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ്റെ അവയർനെസ് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കൂൾ ഡേയ്സിൽ. സ്കൂൾ അതോറിറ്റീസ് അതുപോലെ തന്നെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ഫെസിലിറ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യരുത്. നല്ല ഫ്രഷ് എയറും സൺലൈറ്റും കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്കൂൾ ബിൽഡിംഗ് ആയിരിക്കണം. അടച്ചുപൂട്ടി കാറ്റുമില്ല വെളിച്ചമില്ലാത്ത റൂമാകുമ്പോൾ കുട്ടികൾക്ക് പല അസുഖങ്ങളും വരും. അവരുടെ ഡെവലപ്മെൻറ്റിനെ അത് ബാധിക്കും. അവർ ശരിയായ രീതിയിൽ അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. ഓക്കെ, സൺലൈറ്റ് എന്ന് പറയുന്നത് നല്ലൊരു ആൻറ്റിസെപ്റ്റിക് തിങ് തന്നെയാണ്. സൺലൈറ്റ് എന്ന് പറയുന്നത് കുറേ അണുക്കൾ നശിച്ചു പോകും സൺലൈറ്റിൽ. പിന്നെ പ്രോപ്പർ വാട്ടർ സപ്ലൈ, അത് കുടിക്കാനും ക്ലീനിങ് പർപ്പസും, ടോയ്ലറ്റിലും അതുപോലെ തന്നെ അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ ക്ലീൻ ചെയ്യാനും അങ്ങനെയുള്ള ക്ലീനിങ് പർപ്പസിലും കുടിക്കാനും നല്ല രീതിയിൽ പ്രോപ്പർ വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ കരിക്കുലത്തിൻ്റെ ഇൻ ബിറ്റ്വീൻ, സ്റ്റഡി അവേഴ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ അവർക്ക് ആവശ്യത്തിനുള്ള എക്സസൈസ് പ്രൊവൈഡ് ചെയ്യണം. സ്കൂൾ കരിക്കുലത്തിൻ്റെ ഇൻ ബിറ്റ്വീൻ, സ്റ്റഡി അവേഴ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അങ്ങനെ കുട്ടികൾ കുറച്ചുകൂടെ പവർഫുൾ ആവും. എപ്പോഴും അവർ ബെഞ്ചിൽ അല്ലെങ്കിൽ ചെയറിൽ ഇങ്ങനെ ഇരുന്ന് അവർ അനങ്ങാൻ കഴിയാണ്ട് എപ്പോഴും ഇരിക്കുക എന്നുള്ളതല്ല, അവരുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിന് ആവശ്യത്തിനുള്ള ഒരു എക്സസൈസുകൾ കിട്ടണം. അങ്ങനെ നല്ലൊരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം സ്കൂളിൽ. അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ. നമ്മുടെ ഫസ്റ്റ് ബാച്ചിലെ ഒരു കുട്ടി ഒരു ട്രെയിനിങ്ങിന് ഒരു സ്കൂളിൽ പോയി. സ്കൂളൊക്കെ ഭയങ്കര പേര് കേട്ട ഒരു CBSE സ്കൂളായിരുന്നു. അപ്പം നമ്മൾ കുറേ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കിയല്ലോ, അതെല്ലാമായിട്ടാണ് പോയത്. സ്റ്റോറി നറേഷന് വേണ്ടുന്ന കാര്യങ്ങളും സ്റ്റോറിയിൽ എന്തൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടോ അതിനനുസരിച്ച് കുറേ പ്ലക്കാർഡ്സ് ഒക്കെ ഉണ്ടാക്കി അതൊക്കെ കാണിച്ച് സ്റ്റോറി പറയാം എന്നുള്ള രീതിയിലൊക്കെയാണ് പോയത്. അവിടെ ചെന്നപ്പോഴുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കുട്ടികളെ PT പീരീഡിൽ പുറത്തു വിടില്ല, ക്ലാസ് റൂമിൽ തന്നെ ഇരുത്തും. അപ്പൊ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, കുട്ടികൾ കളിക്കുമ്പോൾ ഇങ്ങനെ ഓടി വീഴും, മുറിവുണ്ടാകും ഒക്കെ ചെയ്യുമല്ലോ, പിന്നെ തമ്മിൽ കൂട്ടിയിടിക്കും, അങ്ങനെ പല പല രീതിയിലുള്ള ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏൽക്കാനായിട്ട് സ്കൂളുകാർക്ക് ഭയങ്കര പേടി. പാരൻസ് ചീത്ത പറയുന്നു പറഞ്ഞ് ഒരു പീരീഡ് പോലും കുട്ടികളെ അവരെ കളിക്കാനായിട്ട് വിടില്ല. പിന്നെ ഒരു ആക്ടിവിറ്റീസും ഇല്ല, ഫുൾ പഠിപ്പിക്കൽ മാത്രം. അപ്പൊ ഈ കുട്ടിയോടും പറഞ്ഞു അങ്ങനെ തന്നെ ക്ലാസ് എടുത്താൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ നമ്മളുടെ മെത്തേഡ് വേറൊരു രീതിയല്ലേ, ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. ആ കുട്ടിയാണെങ്കിൽ ഒരു സ്കൂൾ തുടങ്ങാൻ പ്ലാനുള്ള ആളാണ്. അപ്പൊ അങ്ങനെ അതിനൊട്ടും ഡൈജസ്റ്റ് ആവുന്നില്ലായിരുന്നു അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ. പക്ഷെ അത് പിന്നെ പ്ലക്കാർഡ്സ് ഒക്കെ വെച്ചിട്ട് സ്റ്റോറിയൊക്കെ നറേറ്റ് ചെയ്തു. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാ ദിവസവും പോരുന്ന അന്ന് വരെയും കുട്ടികൾ ആ കഥ പറയിച്ചു. നല്ലൊരു ഡീസൻറ്റ് പേയിൽ അവരവിടെ ജോബ് ഓഫർ ചെയ്തു. പക്ഷെ ഇത് വേണ്ടാന്ന് പറഞ്ഞു തോന്നുന്നു, അത് ജോയിൻ ആയില്ല. കാരണം അങ്ങനെ ഒരു നമ്മൾക്ക് കാര്യം നമ്മളുടെ പാഷനാണ്, നമ്മൾക്കൊരു ഇൻകം കിട്ടണം, പക്ഷേ എന്ന് കരുതി ഒരു സുഖമല്ലാത്തൊരു അറ്റ്മോസ്ഫിയറിൽ പോയിട്ട് ജോലി എടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നി. അത്രയും ദിവസം വളരെ ശ്വാസമുട്ട് അനുഭവിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയും സ്കൂളുകളുണ്ട്. കാരണം പേടി, പാരൻസ് വന്ന് ബഹളം വെക്കും, കുട്ടികൾ വീണ് മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കാത്തതാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ടീച്ചേഴ്സിനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം കുട്ടികൾ കളിക്കുമ്പോൾ അവർ ഭയങ്കര അവരുടെ ഫുൾ എഫേർട്ടും എനർജിയും എടുത്തിട്ടൊക്കെ ആയിരിക്കും ഓടുന്നതും ചാടുന്നതും ഒക്കെ. അപ്പൊ വീഴും, അങ്ങനെയൊക്കെ പറ്റും. അതിന് ഫസ്റ്റ് എയ്ഡ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. ശരിയാണ്, അപകടം ഉണ്ടാകുന്നത് ശരി തന്നെയാണ്. നെക്സ്റ്റ്, എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. യെസ്, നമുക്ക് കുറേ പോയിന്റ്സ് തന്നിട്ടുണ്ട്, 6 or 7 പോയിന്റ്സ്, ഐ തിങ്ക് 6. യെസ്, ഓരോന്നായിട്ട് ഓരോരുത്തർ വായിക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാനുള്ളൊരു ചാൻസ് കിട്ടും എന്ന് തോന്നുന്നു, കുറേ പേർക്കെങ്കിലും. പ്ലീസ്. യെസ്, യെസ്, വായിച്ചോളൂ. കിട്ടി? ആരുമില്ലേ? Aims and values of health education. The following are the main aims and objects of health education in schools. First, to provide information about health and hygiene. It aims at introducing the public, the pupils, and the teachers with the functioning of the body, the rules of health and hygiene, and the preventive measures for warding of disease. It is to be notice of the pupils how bad habits, unhygienic ways of living, addiction to smoking and liquor and such. കഴിഞ്ഞോ? കുറച്ച് 2 സെന്റൻസും കൂടെ അടുത്ത പേജിലുണ്ടായിരുന്നു. യെസ്, ഓക്കെ. Unhealthy practices result in wrong consequence determinant of human relationship, particularly from the standpoint of health. To maintain norms of good food health. ആയിഷ മതി, ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്തയിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു. സോ എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ എയിംസും വാല്യൂസും ഇത്രയും തന്നെയല്ല, നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാം. അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഹെൽത്തിനെയും ഹൈജീനിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, അതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്, വാല്യൂ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്കും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും, കുട്ടികളെ നോക്കുന്ന ടീച്ചേഴ്സും നല്ല ഹെൽത്തി ആയിരിക്കണം, അവർ നല്ല രീതിയിലുള്ള ഹൈജീൻ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുന്നവരായിരിക്കണം. പ്രോപ്പർ അവരുടെ ബോഡി നല്ലപോലെ ഫങ്ഷൻ ചെയ്യണം. അവർ നല്ല ഹെൽത്തി എനർജറ്റിക് ആയാലാണ് അവർക്ക് കുട്ടികളുടെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ശ്രദ്ധിക്കാനായിട്ട് പറ്റുള്ളൂ. കുട്ടികളും അവരെ കണ്ട് റോൾ മോഡൽ ആക്കുള്ളൂ. കാരണം ടീച്ചർ എപ്പോഴും ക്ഷീണിച്ച് ഒടിഞ്ഞു കുത്തിയിരിക്കുമ്പോഴേക്കും കുട്ടികൾക്കും ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ടീച്ചർ നല്ല എനർജറ്റിക് ആയിരിക്കണം.
അതിന് ഹെൽത്തിനെ കുറിച്ചും ഹൈജീനെ കുറിച്ചും നല്ലൊരു അവയർനെസ് ടീച്ചർക്കും ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ അസുഖങ്ങൾ വരാതിരിക്കാനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ്, വരാതിരിക്കാനുള്ള പ്രിവെൻഷൻ നമ്മൾ എപ്പോഴും സ്വീകരിക്കണം. ഇനി അഥവാ അസുഖങ്ങൾ വന്നു പോയാൽ അതിന് കറക്റ്റായിട്ടുള്ള മെഡിസിൻസും എടുക്കുകയും ചെയ്യണം. സ്വയം ചികിത്സ ചില ആളുകൾ ചെയ്യാറുണ്ടല്ലേ. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കണം കുട്ടികളെ, അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബാഡ് ഹാബിറ്റ്സ് ഉണ്ടോ, അൺഹൈജീൻ രീതിയിലാണോ അവർ ജീവിക്കുന്നത്, അതെല്ലാം ശ്രദ്ധിച്ച് അതെല്ലാം കറക്റ്റ് ചെയ്യേണ്ടതും ഒരു ടീച്ചറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ വലിയ കുട്ടികളുടെയാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത് അഡിക്ഷൻ ടു സ്മോക്കിംഗ് ആൻഡ് ലിക്വർ, അതുപോലുള്ള അൺഹെൽത്തി പ്രാക്ടീസസ്, അതെല്ലാം റോങ് കോൺസിക്വൻസസ് ആണ് ഉണ്ടാക്കുന്നത്. ബെറ്റർമെന്റ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, ആളുകൾ നല്ലൊരു റിലേഷൻഷിപ്പിന് എപ്പോഴും നമ്മൾ ഹെൽത്തിന്റെ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് വ്യൂല് ചിന്തിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ, ഇപ്പോൾ സ്മോക്ക് ചെയ്യുന്ന ഡ്രിങ്ക്സ് ചെയ്യുന്ന ഒരാളെ നമുക്ക് ഒരിക്കലും അയാളുമായിട്ടൊരു കണക്ഷൻ, ഒരു താല്പര്യം ഉണ്ടാവില്ല, കൂടുതൽ അയാളോട് സംസാരിക്കാൻ തോന്നില്ല. ഇതുകൊണ്ടുള്ള അപകടങ്ങൾ വളരെ കൂടുതൽ തന്നെയാണ് സ്മോക്കിംഗ്. അതുപോലെ തന്നെ ഡ്രിങ്ക് ചെയ്യുമ്പോൾ ആ മനുഷ്യന്റെ ഹെൽത്തിനെ ബാധിക്കുന്നു, മറ്റുള്ള ചുറ്റുമുള്ള ആളുകളെ അത് മാനസികമായി ബാധിക്കുന്നു. അതേസമയം സ്മോക്ക് ചെയ്യുമ്പോൾ അയാളുടെ ഹെൽത്തിനെ മാത്രമല്ല ചുറ്റുമുള്ള ആളുകളുടെ ഹെൽത്തിനെ കൂടി അത് ബാധിക്കുന്നുണ്ട് അല്ലെ. പാസീവ് സ്മോക്കിംഗ് നമ്മൾ കേട്ടിട്ടില്ലേ. എൻ്റെ ഒരു കസിൻ്റെ അമ്മ വീട്ടിലുള്ളൊരു കുട്ടി, ജിഷ തന്നെയാട്ടോ എൻ്റെ പേര്. അതിൻ്റെ അച്ഛൻ ഭയങ്കര ചെയിൻ സ്മോക്കറായിരുന്നു. ഈ കുട്ടി മാരേജ് ഒക്കെ കഴിഞ്ഞു, നല്ലൊരു മിടുക്കി ഒരു കുട്ടിയായിരുന്നു കേട്ടോ. മാരേജ് കഴിഞ്ഞൊരു മോനുണ്ടായി. മോനൊരു 5-6 വയസ്സുള്ള സമയത്താണ് ഈ കുട്ടിക്ക് ലങ്സ് ക്യാൻസർ. മേ ബി ആ അച്ഛൻ്റെ വീട്ടിൽ അച്ഛനൊപ്പം തന്നെയാണല്ലോ, ഈ അച്ഛൻ്റെ ആ സ്മോക്കിംഗ് ഹാബിറ്റിൽ ഇതിൻ്റെ ലങ്സിന് ഈ ഒരു അൺഹെൽത്തി കണ്ടീഷൻ വന്നതാണോ എന്നറിയില്ല. എന്തായാലും ലങ്സ് ക്യാൻസർ വന്നാൽ നല്ല പാടാണല്ലേ. വൈറ്റലാണ് ലങ്സ് എന്ന് പറയുന്നത്. നമുക്കൊരു സൂചി പോലും കുത്താൻ പറ്റില്ല, അത് ലങ്സിനെ ഡാമേജ് ആക്കും. അപ്പൊ നമുക്കിപ്പോൾ വേറൊരു ബോഡി പാർട്ടിലാണ് ക്യാൻസർ എങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യുമോ, അങ്ങനെയൊക്കെ ആളുകൾ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അതിലേക്ക് റേഡിയേഷൻ, അതുപോലെ തന്നെ അതിലേക്ക് ഇഞ്ചക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യും ആ ഒരു ക്യാൻസർ വന്ന ആ ഒരു പാർട്ടിലേക്ക്. പക്ഷെ ലങ്സ് ക്യാൻസർ വന്നാൽ ഇറ്റ്സ് വെരി ടഫ്. അതിലേക്ക് ഒരു സൂചി പോലും കുത്താൻ പറ്റില്ല. ഭയങ്കര പെയിനുമായിരിക്കും, ഇരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല, അങ്ങനത്തെ വല്ലാത്തൊരവസ്ഥയായിരിക്കും അവരുടെ ഒരു ലാസ്റ്റ് സ്റ്റേജിലൊക്കെ. പിന്നെ കുട്ടി മരിച്ചു. അപ്പം അതിൻ്റെ അച്ഛന് ഭയങ്കര ഗിൽട്ടി ഫീലായിരുന്നു. പക്ഷെ ഗിൽട്ടി ഫീൽ വന്നിട്ട് എന്താ കാര്യം, ആ ഒരു ബാഡ് ഹാബിറ്റ് ചെറുപ്പം കുട്ടിയെ ജനിക്കുമ്പോഴേ തുടങ്ങി അതിൻ്റെ അച്ഛൻ നല്ല ചെയിൻ സ്മോക്കറാണ്. മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ് ആ കുട്ടിക്ക് അങ്ങനെ ഒരു ഇത് വന്നത്. പിന്നെ ഈ ഒരു ഡ്രിങ്ക്സ് അല്ലെ, മാനസികമായിട്ട് ആ വീട്ടിലുള്ളവരെയും നെയ്ബർഹുഡിലുള്ളവർക്കും ചിലപ്പോൾ അതിൻ്റെതായ ശല്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇതെല്ലാം ഒരു അൺഹെൽത്തി ആയിട്ടുള്ള പ്രാക്ടീസസ് ഒക്കെയാണ്. അതിൻ്റെ കോൺസിക്വൻസസ് വളരെ മോശമായിരിക്കും. ഇത് കണ്ടു വളരുന്ന കുട്ടികൾ എന്ത് വിഷമിക്കും അല്ലേ. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞോന്നറിയില്ല. നമ്മുടെ ഒരു ട്രെയിനിങ് ടീച്ചിങ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഒരു സ്കൂളിൽ പോയപ്പം LKG-യിലുള്ളൊരു മോൻ എപ്പോഴും ഇങ്ങനെ ഭയങ്കര ഗ്ലൂമി ആയിട്ടിരിക്കും. അപ്പം ഇതിനെ പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ല. അപ്പം എന്താന്ന് ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അറിയണത്, ഈ കുട്ടിയുടെ അച്ഛൻ എന്നും മദ്യപിച്ചിട്ട് വന്നിട്ട് അമ്മയെ തല്ലും, അമ്മയെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യും. ഇവൻ ഓർമ്മ വെച്ച കാലം തുടങ്ങി കാണുന്നൊരു കാഴ്ച ഇതാണ്, അച്ഛൻ കുടിച്ചിട്ട് വന്നിട്ട് അമ്മയെ ഉപദ്രവിക്കുന്നത്. ഇവൻ സ്കൂളിലിരിക്കുമ്പോഴും അവൻ്റെ ചിന്തയതാ, എൻ്റെ അമ്മയെ അച്ഛൻ കുടിച്ചിട്ട് വന്നിട്ട് എൻ്റെ അമ്മയെ ഉപദ്രവിക്കുന്നുണ്ടോ, അച്ഛൻ കുടിച്ചിട്ട് വന്നിട്ട് എൻ്റെ അമ്മയെ ഉപദ്രവിക്കുന്നുണ്ടോ. അപ്പോൾ ആ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സ് എത്ര ഡിസ്റ്റർബ്ഡാണ് അല്ലേ. അത് അവൻ്റെ ബാക്കിയുള്ള എല്ലാം, അവൻ്റെ ആ ഒരു ചെറുപ്പത്തിൽ അവന് കിട്ടേണ്ട കളർഫുൾ ലൈഫ്, കിട്ടേണ്ട കുറേ സ്നേഹം, കരുതൽ എല്ലാം അവന് നഷ്ടമാവുമല്ലേ. അവൻ്റെ ആ ബാല്യം തന്നെ അവന് നഷ്ടമാവും. നമുക്ക് അവിടെയൊക്കെ ഇന്റർവെൻഷൻ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ടഫാണ്. ആളെയൊക്കെ ഏതെങ്കിലും ഡി അഡിക്ഷൻ സെന്ററിലാക്കുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ദിവസവും ഇത് തന്നെയാണെന്ന് ഇങ്ങനെ നമ്മൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്താ ചെയ്യേണ്ടതെന്ന് ആകെ അതാണ്. അപ്പൊ ടീച്ചർമാരിങ്ങനെ കുട്ടികളുടെ പല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അറിയും. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ്. ഞാൻ വായിക്കാം. യെസ് പ്ലീസ്. To maintain norms of good food health, it helps the school authorities to keep certain principles of health in school. A number of programs of good health growth in the pupil, sufficient habits of hygiene, atmosphere such as cleanliness, etc.
ഞാൻ വായിക്കുന്നതിന് മുമ്പ് പറയാൻ മറന്നു ഏതാണ് ഹീപ്സ് അല്ല ഹെൽപ്സ് ആണ്. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നത് HEL എന്നാക്കുക. എക്ക് പകരം L, HELPS. സ്കൂൾ അതോറിറ്റീസ് ടു കീപ്. അപ്പോൾ സ്കൂൾ അതോറിറ്റീസ് ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. നല്ലൊരു നോംസ്, കണ്ടീഷൻസ്, ഗുഡ് ഫുഡ് ഹെൽത്ത്. കുട്ടികൾ സ്കൂളിൽ ഭക്ഷണം കൊണ്ടുവരുന്നത് അത് ശ്രദ്ധിക്കണം. ചെറിയ ക്ലാസ്സുകളിലൊക്കെ ടീച്ചേഴ്സും ആയമാരും ഒക്കെ കുട്ടികളുടെ കൂടെ ഉണ്ടാവും. അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടോ പ്രോപ്പറായിട്ട് എന്നൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അല്ലേ. ഞാൻ എൻ്റെ മോള് LKG പഠിക്കുന്ന സമയത്ത് മോനുണ്ടായ ഒരു ടൈം, അവൻ കുഞ്ഞായിരുന്നു, എനിക്ക് പനി വന്നപ്പോൾ എനിക്ക് ഇവൾക്ക് ലഞ്ച് പ്രോപ്പറായിട്ട് കൊടുത്തു വിടാൻ പറ്റിയില്ല. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ദോശയും സാമ്പാറുമാണ് ഞാൻ ലഞ്ചായിട്ട് കൊടുത്തു വിട്ടത് കേട്ടോ. അപ്പോൾ ആ പ്രിൻസ് അന്ന് അവളുടെ ക്ലാസ് ടീച്ചർ ഒരു സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലഞ്ച് എപ്പോഴും ചോറും എന്തെങ്കിലും ഒരു കറി തോരൻ കൊടുത്തു വിടണം, കാരണം കുട്ടികൾ ഒരു നേരമെങ്കിലും ചോറും കറികളും കഴിക്കണം, അതിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവരവിടെ നിർബന്ധമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീറ്റിങ്ങുകളിൽ ലഞ്ച് ചോറ് തന്നെ കൊടുത്തു വിടാനായിട്ടല്ല, ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടാതെ ചോറ് കൊടുത്തു വിടണം. കുട്ടികൾ പലപ്പോഴും ചോറ് കഴിക്കാൻ മടി കാണിക്കും. ഇപ്പോൾ സ്കൂളിലാകുമ്പോൾ അവരതങ്ങ് കഴിച്ചോളുമല്ലോ. അങ്ങനെ അപ്പം ആ രീതിയിൽ ഗുഡ് ഫുഡ് ഹെൽത്ത്, അതിനുള്ള പ്രോഗ്രാംസ്, ഫുഡ് ഫെസ്റ്റ് റീസെൻ്റ്ലി എല്ലാ സ്കൂളുകളിലും ഉണ്ടായിരുന്നു അല്ലേ ഫുഡ് ഫെസ്റ്റ്. അപ്പോൾ അവർ ഫുഡ് ഫെസ്റ്റ് നടത്തുക, അങ്ങനെ നല്ല വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും ഷെയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ അതുപോലെ തന്നെ ഹൈജീൻ്റെ പല സഫിഷ്യൻറ്റ് ഹാബിറ്റ്സ് ഓഫ് ഹൈജീനിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, ക്ലെൻലിനെസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നല്ലപോലെ ക്ലീൻ ആക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കറക്റ്റ് ഗുഡ് ഒരു റൂൾസ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്ന പോലെ തന്നെ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് പോയിന്റിൽ സെന്റൻസ് ലാസ്റ്റ് ചെയ്യുന്നത് ഫ്ലൈസ് എന്നൊന്ന് കറക്റ്റ് ചെയ്യുക. ഈച്ച, FLIES. യെസ്, വായിച്ചു. To make a precautionary and preventive measure. Its aim is to take a good precaution against population and spread of disease. So good hygiene arrangements are made. Urinals and toilets are kept clean. Sweeping is done daily, and the rooms and the furniture are kept neat and tidy. Mm, the edibles in the tuck shop are saved from flies. ടു മേക്ക് പ്രിക്കോഷണറി ആൻഡ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്, അതായത് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ നല്ല സേഫ് ഗാർഡ്, ഒരു പ്രിക്വേഷൻസ് നമ്മൾ എടുക്കണം. അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് മെഷേഴ്സ്, നമ്മൾ പറയില്ലേ ഭക്ഷണം നല്ല നീറ്റായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നല്ലപോലെ ഹൈജീനായിട്ട് കുക്ക് ചെയ്യുക, അത് നല്ലതുപോലെ കണ്ടെയ്നറിലൊക്കെ ആക്കി അടച്ചു വെക്കുക നമ്മൾ പറയും അല്ലേ. അപ്പം അങ്ങനെ അതായത് ഈച്ചകളൊന്നും കയറി അത് നാശമാക്കി അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നൊരു നല്ലൊരു ആളാണ് ഈച്ച അല്ലേ. ഒരു വൃത്തിഹീനമായ സാഹചര്യങ്ങളിലൊക്കെയാണ് ഈച്ച പോയിരിക്കുന്നതും എന്നിട്ട് വന്ന് നമ്മളുടെ ഭക്ഷണത്തിൽ വന്നിരിക്കുന്നതും, അങ്ങനെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യും ഈ ഈച്ചകൾ. നമ്മൾ നല്ല പ്രിപ്പറേഷൻസ് എടുക്കണം. അതുപോലെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനും അതുപോലെ തന്നെ ഡിസീസ് സ്പ്രെഡ് ചെയ്യാതിരിക്കാനും ഒക്കെ നമ്മൾ നല്ല പ്രിക്കോഷൻസ് എടുക്കണം. നല്ല ഹൈജീൻ അറേഞ്ച്മെന്റ്സ് ആണ് വേണ്ടത്. നമ്മുടെ ടോയ്ലറ്റ്സും യൂറിനൽസും എല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം. അവിടെ ആവശ്യത്തിന് ക്ലീനിങ്ങിനുള്ള വെള്ളം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ദിവസവും അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കുക. പിന്നെ റൂംസും ഫർണിച്ചറും ഒക്കെ എപ്പോഴും നീറ്റ്, അവിടെ ഡസ്റ്റൊക്കെ ഉണ്ടാവും, ഡസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടാവും, അതൊക്കെ ഡസ്റ്റൊക്കെ എപ്പോഴും തട്ടിക്കളഞ്ഞ് അതൊക്കെ നല്ല നീറ്റാക്കി വെക്കുക. പിന്നെ സ്കൂളുകളിൽ പൊതുവേ ചില സ്കൂളുകളിലുള്ളതാണ് ടക്ക് ഷോപ്പ്, ചെറിയൊരു സ്റ്റോർ പോലെ, ക്യാൻഡി സ്റ്റോർ പോലെ. അവിടെ ചെറിയ സ്നാക്സും ക്യാൻഡീസും മിഠായും അങ്ങനെ ഇങ്ങനെ കളമതിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പം അങ്ങനെയുള്ള എഡിബിൾസ് കഴിക്കുന്ന സാധനങ്ങളെല്ലാം ടക്ക് ഷോപ്പിലെ ക്യാൻഡി സ്റ്റോറിലെ എഡിബിൾസ് കഴിക്കുന്ന സാധനങ്ങളെല്ലാം ഈച്ച കയറാത്ത രീതിയിൽ നല്ലപോലെ ക്ലീൻ ആയിട്ടുള്ള ഹൈജീൻ ആയിട്ടുള്ള സ്ഥലത്ത് വെക്കണം. അങ്ങനെ ഗ്ലാസിൻ്റെ ഇങ്ങനെ ഒരു ഷട്ടർ പോലെയുള്ളതൊക്കെ ഉണ്ടാവില്ല, നല്ല ക്ലോസ്ഡ് ആയിട്ട് ഈച്ച അകത്ത് കയറാത്ത രീതിയിൽ നല്ല രീതിയിൽ ക്ലോസ് ചെയ്ത് വെക്കണം. അതാണ് പറഞ്ഞത് ടു മേക്ക് പ്രിക്വേഷണറി ആൻഡ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്. ഓക്കെ, അപ്പം നമ്മളത് അസുഖം വരാതിരിക്കാനുള്ള പ്രിക്വേഷൻസും പ്രിവെൻഷനും എടുത്തു.
ഇനി അസുഖം വന്നു കഴിഞ്ഞാലോ അത് ഹീലാകാൻ, അത് സുഖമാകാനായിട്ടുള്ള റെമഡി, ക്യൂറേറ്റീവ് മെഷേഴ്സ് എടുക്കണം. അതാണ് നെക്സ്റ്റ്. ആരാ വായിക്കുക? യെസ് യെസ് പ്ലീസ്. ആരുമില്ലേ? കുറെ പേരുണ്ടല്ലോ, 10-15 പേരുണ്ടല്ലോ. ഞാൻ വായിക്കാമോ? യെസ്. To take curative measures. Corrective action against disease is also taken. A medical checkup is made and deformities, injuries and diseases are detected and remedial measures are suggested. A good number of people suffer from മയോപ്പിയ. myopia. An eye examination discovers the extent of short sightedness. If glasses are not used in time, myopia will increase rapidly. Some people have poor quality teeth. If they suffer from phoria, immediate medical treatment is needed. ഓക്കെ. സോ അസുഖങ്ങൾ വന്നാൽ കറക്റ്റ് ആയിട്ടുള്ള റെമഡി എടുക്കുക. ക്യൂറേറ്റീവ് മെഷേഴ്സ്, ഹീലിംഗ് മെഷേഴ്സ്, നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള റെമഡി നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്. തന്നെത്താനെ ട്രീറ്റ് ചെയ്യുക, ഡോക്ടറെ അടുത്ത് പോവാതിരിക്കുക, അങ്ങനെയൊന്നുമല്ല. കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമ്മളത് ഡോക്ടറെ കാണിച്ച് ഡയഗ്നൈസ് ചെയ്ത് അതിന് വേണ്ടുന്ന മെഡിസിൻസ് എടുക്കുക എന്നുള്ളതാണ്. കറക്റ്റായിട്ടുള്ള ആക്ഷൻസ്, അസുഖങ്ങൾ വന്നാൽ കറക്റ്റായിട്ടുള്ള ആക്ഷൻസ് എടുക്കണം. പിന്നെ സ്കൂളുകളിൽ ചിലപ്പോൾ മെഡിക്കൽ ചെക്കപ്പ് നടത്താറുണ്ടല്ലേ, ഐ ചെക്കപ്പ്, ഡെന്റൽ ചെക്കപ്പ്, അതൊക്കെ ചെയ്യും. പലപ്പോഴും സ്കൂളുകളിൽ ഐ ചെക്കപ്പ് ചെയ്യുമ്പോഴായിരിക്കും കുട്ടിക്ക് എന്തെങ്കിലും ഐയുടെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നതും നമ്മൾക്ക് റെഫർ ചെയ്ത് തരുന്നതും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിക്കാനായിട്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ചെക്കപ്പിലൂടെ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഡിഫോമിറ്റീസ്, അങ്ങനെ കാര്യങ്ങളെല്ലാം ഈ ചെക്കപ്പിലൂടെ മനസ്സിലാക്കും. അതിന് വേണ്ടുന്ന റെമഡിയൽ മെഷേഴ്സ്, അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് നമുക്ക് സജസ്റ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും. പലപ്പോഴും കുട്ടികളിൽ കണ്ടുവരുന്നതാണ് മയോപ്പിയ, ഷോർട്ട് സൈറ്റ് അല്ലേ? പല കുട്ടികളിലും കാണും. അതായത് ദൂരെയുള്ള ഒബ്ജക്ട്സ് ഭയങ്കര ബ്ലേർഡായിട്ട് തോന്നും, അടുത്തുള്ളത് ക്ലിയർ ആയിട്ട് തോന്നും. അങ്ങനെ വരുന്നു, മയോപ്പിയ വരുന്നു. അപ്പം ഒരു ഐ എക്സാമിനേഷൻ കറക്റ്റ് ഇതെന്താണ്, ഈ ഷോർട്ട് സൈറ്റ് അത് മനസ്സിലാക്കും. കറക്റ്റ് ടൈമിന് ചില കുട്ടികൾക്ക് ചിലപ്പോൾ കുറച്ച് നാൾ കണ്ണട വെച്ചാൽ മതി, അത് കഴിയുമ്പോൾ ശരിയാവും. ചില കുട്ടികൾക്ക് ചെറിയ എക്സസൈസുകൾ ഡോക്ടർ പറഞ്ഞു കൊടുക്കും, കണ്ണിൻ്റെ ചില എക്സസൈസസ്, അങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ചില കുട്ടികൾക്ക് ചിലപ്പോൾ ലൈഫ് ലോങ് വയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, എന്ത് തന്നെയാണെങ്കിലും പ്രോപ്പർ സമയത്ത് തന്നെ ഗ്ലാസ്സസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഷോർട്ട് സൈറ്റ് അത് ഭയങ്കര സിവിയർ ആകാനുള്ള ചാൻസ് ഉണ്ട്. അതിപ്പോൾ നമ്മൾ പ്രായമാകുമ്പോൾ നമുക്ക് വെള്ളെഴുത്ത് എന്നുള്ളൊരു പ്രശ്നം വരുമ്പോഴും ഡോക്ടർ തന്നെ പറയും നിങ്ങൾ സ്പെക്സ് യൂസ് ചെയ്യണം. സ്പെക്സ് യൂസ് ചെയ്യാതെ സ്ട്രെയിൻ ചെയ്ത് സൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിമിരം, കാറ്ററാക്റ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറയും. സ്പെക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാലം അങ്ങനെ ആകാം. ഓക്കെ, അപ്പം അങ്ങനെ മയോപ്പി അങ്ങനെ കൂടാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ കുട്ടികളിൽ കാണുന്ന വേറൊരു പ്രശ്നമാണ് പുവർ ക്വാളിറ്റി ടീത്ത്. മിക്ക കുട്ടികളുടെയും പല്ല് കേടായിരിക്കും അല്ലേ? അവര് പയോറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണപഴുപ്പ് എന്ന് നമ്മൾ പറയില്ലേ, ഡിസ്ചാർജ് ഓഫ് പസ്, ബ്ലീഡിങ് ഗം, അങ്ങനെ മോണപ്പഴുപ്പ് സംഭവിക്കും. അതൊക്കെ വരുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ പുവർ ഓറൽ ഹൈജീൻ കൊണ്ടാണ് ഈ ഒരു പയോറിയ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഈ ഡിസ്ചാർജ് പസ്, മോണയിൽ നിന്നും പഴുപ്പ് വരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ബ്ലീഡിങ് ഗം, ചോര വരിക, അങ്ങനെയുള്ളതൊക്കെ. അപ്പം ഇതെല്ലാം കറക്റ്റ് ആക്കണം. ഓക്കെ, കണ്ണിനും അതുപോലെ തന്നെ ഈ പല്ലിനുമൊക്കെ കുട്ടികൾക്ക് പൊതുവെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. സ്കൂളുകളിൽ ഒരു മെഡിക്കൽ ചെക്കപ്പൊക്കെ, ഇങ്ങനെ ഐ ചെക്കപ്പും ഡെന്റൽ ചെക്കപ്പും ഒക്കെ സ്കൂളുകളിൽ പൊതുവെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അതൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് കുട്ടിക്ക് വേണ്ടിയിട്ട് പാരൻസിനെ അറിയിക്കാനായിട്ട് പറ്റും. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ കുട്ടിക്ക് കൊടുത്ത് ചെറുപ്പത്തിലേ തന്നെ അത് കറക്റ്റ് ചെയ്യുവാണെങ്കിൽ വലുതായാൽ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും, കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോൾ. ഓക്കെ, നെക്സ്റ്റ്, ടു ഡെവലപ്പ് ആൻഡ് പ്രൊമോട്ട് മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്. ആരെങ്കിലും വായിച്ചോളൂ. ഞാൻ വായിക്കുന്നു. To develop and promote mental and emotional health.
Mental and emotional health is also evenly necessary in the school health programs. While physical health made a pupil physically fit, mental and emotional health allows him to maintain an even temper and happy disposition. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് യൂണിറ്റിന് നമ്മളുടെ ആ വെൽനെസ്സിൽ നമ്മളിത് പറയുന്നുണ്ട്, ഇമോഷൻസിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് സ്കൂളുകളിൽ പല ഹെൽത്ത് പ്രോഗ്രാംസിലൂടെ കുട്ടികൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ഈ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് ചിലപ്പോൾ കുട്ടികൾ വല്ലാണ്ട് ദേഷ്യപ്പെടും അല്ലേ, അവർ ചിലപ്പോൾ കൈ കിട്ടുന്നതൊക്കെ വലിച്ചെറിയും. അങ്ങനെയുള്ള ഡിസ്റ്റർബിങ് ക്യാരക്ടറും ഡിസ്ട്രോയിങ് നേച്ചറൊക്കെ കുട്ടികളിൽ കാണാം, അഗ്രസീവ്നെസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ചില കുട്ടികളിൽ അത് ചില ആക്ടിവിറ്റീസിലൂടെയാണ് അതിങ്ങനെ ലഘൂകരിച്ച് കൊണ്ടുവരണം, കുറച്ച് കുറച്ച് കൊണ്ടുവരണം. പെട്ടെന്നൊന്നും പറ്റില്ല. നമ്മൾ തിരിച്ച് അവരോട് ഷൗട്ട് ചെയ്യുക, അവരെ ബീറ്റ് ചെയ്യുക, പണിഷ്മെന്റ് കൊടുക്കുക, അടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ പോലും ഇവരെല്ലാം മാറ്റം വരില്ല. കുറച്ചുകൂടെ അത് ചിലപ്പോൾ സിവിയർ ആകാം, അല്ലെങ്കിൽ അവരങ്ങ് വിത്ഡ്രോ ആയി പോകാം, അവരങ്ങ് ഉൾവലിഞ്ഞു പോകാം, അങ്ങനെയൊക്കെ വരാം. അപ്പം അതുകൊണ്ട് കുട്ടികളിൽ അങ്ങനെ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാംസ് പ്രൊമോട്ട് ചെയ്യാം. ഫിസിക്കൽ ഹെൽത്ത് അവരെ കുട്ടികളെ നല്ല ഫിസിക്കലി ഫിറ്റ് ആക്കുന്നു. മെൻ്റൽ ഹെൽത്ത് അവർക്കൊരു ആ ഒരു ദേഷ്യമൊക്കെ വരുന്നത് പതുക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് അവരിങ്ങനെ പേഷ്യൻസും അങ്ങനെ മറ്റു കുട്ടികളെ പെരുമാറുന്നതും അങ്ങനെയുള്ള വയലന്റ് നേച്ചറൊക്കെ അവർക്ക് മാറി നല്ല രീതിയിൽ അവർക്ക് നല്ലൊരു രീതിയിൽ ഹാപ്പി ആയിട്ട് പോകാനായിട്ട് പറ്റും. ലാസ്റ്റ് വൺ, ടു ഡെവലപ്പ് സെൻസ് ഓഫ് സിവിക് റെസ്പോൺസിബിലിറ്റി എമംഗ് പീപ്പിൾ. ആരുമില്ല? ടെക്സ്റ്റ് കയ്യിലില്ലാത്തതുകൊണ്ടാണോ ആരും വായിക്കാത്തെ? മിസ് ഞാൻ യെസ്, വായിച്ചു. It has become today's necessity to develop a sense of civic responsibility in our students. They generally fall in their duty to help their fellow students in particular and other persons in general. They do not come to the assistance of others in time of need and help their sufferings. So one of the objectives of health education is to develop a sense of civic responsibility. Though health education, pupils are to be made aware of social crimes like spitting anywhere, sneezing and coughing on the faces of others. ഓക്കെ, സെൻസ് ഓഫ് സിവിക് റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെ, നാച്ചുറൽ ഇന്റലിജൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എംപതി, അതായത് അനിമൽസ്, പെറ്റ്സ്, ഇതിനോടൊക്കെ കെയർ ചെയ്യുക, അതിനെയൊന്നും ഉപദ്രവിക്കാതിരിക്കുക, ചെടികളെ ഉപദ്രവിക്കാതിരിക്കുക, ചെടി വലിച്ചു പറിച്ച് കളയുക, പൂക്കൾ പറിച്ചു കളയുക, അങ്ങനത്തെ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സിനും ഒരു ലൈഫ് ഉള്ളതാണല്ലോ. അപ്പം എല്ലാത്തിനും ഒരു എംപതി, ആ ഒരു സ്നേഹം, ഒരു കരുതൽ കാണിക്കുക, അതെല്ലാം ഇതിലുണ്ട്. ആ ഒരു സിവിക് റെസ്പോൺസിബിലിറ്റി, ഞാൻ ജീവിക്കുന്ന ഒരു സൊസൈറ്റി, നാട്, നേച്ചർ ഇതാണ്. ഇപ്പം നേച്ചർ കുറേ റിസോഴ്സസ് നമുക്ക് തരുന്നുണ്ടല്ലേ. ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മൾ തിരിച്ചും നേച്ചറിനോടൊരു കമ്മിറ്റ്മെൻറ്റ്, ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് വേണം. സോ അങ്ങനെയുള്ള സിവിക് റെസ്പോൺസിബിലിറ്റി കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ആ ഒരു എമ്പതി, ആളുകൾ വളരെയധികം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആളുകളുണ്ട്. സ്കൂളുകളിൽ അങ്ങനെയുള്ള ചില പ്രോഗ്രാംസ് നടത്താറുണ്ട് കേട്ടോ. കുട്ടികളെ ഇങ്ങനെ കെയർ ഹോംസ്, ഓൾഡ് ഏജ് ഹോം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്യിക്കാം. നമ്മുടെ മോൻ്റെ സ്കൂളിൽ അവർ ഫുഡ് ഫെസ്റ്റിൻ്റെ സമയത്ത് ചെയ്തത്, വീടുകളിൽ നിന്ന് ഓരോ പൊതിച്ചോറ് ഉണ്ടാക്കി കുട്ടികൾ കൊണ്ടുപോകും. എന്നിട്ട് ആ പൊതിച്ചോറ് ആയിട്ട് ഇവർ പോയത് ഈ മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ആൾക്കാർ, പ്രായമായവരുണ്ടല്ലോ, അവരെ പാർപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു പോയത്. എന്നിട്ട് അവർക്ക് എല്ലാവരും ഭക്ഷണ പൊതിയൊക്കെ തുറന്ന് വെച്ച് അവർക്ക് കഴിക്കാനായിട്ട് കൊടുത്തു. പിന്നെ അവർക്ക് വേണ്ടി പാട്ട് പാടി ഡാൻസ് ചെയ്തു, അങ്ങനെയൊക്കെ. നമ്മൾ ബ്ലെസ്ഡ് ആണ് നമ്മൾ, പക്ഷേ വളരെയധികം വിഷമം അനുഭവിക്കുന്നവരും നമ്മളുടെ സപ്പോർട്ട് ആവശ്യമുള്ളവരും ഈ സൊസൈറ്റിയിലുണ്ട് എന്നുള്ള ഒരു അവയർനെസ് അവർക്ക് കൊടുക്കണം. അതിനുവേണ്ടിയുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു അത്. അങ്ങനെ ഒരു സെൻസ് ഓഫ് സിവിക് റെസ്പോൺസിബിലിറ്റി, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കും. ഇപ്പോഴത്തെ കാലത്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്.
അവരുടെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, ആ ഒരു രീതിയിൽ ആ ഒരു ഡ്യൂട്ടി. പിന്നെ കൂടെയുള്ള അവരുടെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യുക, അല്ലാതെ പുറമേ കാണുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യുക, സഫർ ചെയ്യുന്ന ആൾക്കാരെ അവർ മനസ്സിലാക്കുക, അവരുടെ സഫറിങ് മനസ്സിലാക്കുക. അതെല്ലാം ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് സിവിക് റെസ്പോൺസിബിലിറ്റിയും അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് തന്നെയാണ്. പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ കുട്ടികൾക്ക് സോഷ്യൽ ക്രൈംസിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. അതായത് പുറത്തിങ്ങനെ തുപ്പുക, പിന്നെ ഈ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ മറ്റുള്ളവരുടെ മുഖത്തേക്കാക്കി ചെയ്യുക, അതൊക്കെ ഒരു സോഷ്യൽ ക്രൈം ആണെന്നുള്ള രീതിയിലുള്ള ഒരു അവയർനെസ് അവർക്ക് വേണം. അങ്ങനെയുള്ള സമയത്ത് അവരത് ടേക്ക് കെയർ ചെയ്യണം. അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള രീതിയിലെല്ലാം ടേക്ക് കെയർ ചെയ്യണം. ഓക്കെ, ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ആ ഒരു എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമുക്ക് ഇത്രയും ഒരു ഏരിയയിലൂടെ കടന്നു പോയപ്പോൾ നമുക്ക് മനസ്സിലായി ഹെൽത്തിൻ്റെയും അതുപോലെ തന്നെ ഹൈജീൻ്റെയും ഒരു ഇമ്പോർട്ടൻസ്. അത് സ്കൂളിൽ നിന്നും കുട്ടികൾ പഠിക്കുന്ന പല കാര്യങ്ങളും മനസ്സിലായി. ഇനി സ്കൂളിനകത്തും സ്കൂളിന് പുറത്തും എങ്ങനെയാണ് കുട്ടികളുടെ ഒരു ലൈഫ് സ്റ്റൈല്, കുട്ടികൾ എങ്ങനെയാണ് കുട്ടികളുടെ നീഡ്സും അവരുടെ ഹെൽത്ത് ആൻഡ് ഹൈജീനെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെയാണെന്നുള്ളതാണ് നെക്സ്റ്റ്. സോ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഫസ്റ്റ് ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ തന്നിട്ടില്ലല്ലോ. ഈ അടി വാങ്ങുന്നു പറയണോ ഞങ്ങൾ മുംതാസ് പറയണത്? ഓക്കെ, ഉടനെ തരുന്നതായിരിക്കും. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തലേന്ന് പോകുന്ന ഒരാളാണ്. എഴുതി വെച്ചാലും ഞാൻ ചിലപ്പോൾ ഓർക്കില്ല. അപ്പം കുട്ടികളെ എനിക്ക് ഇങ്ങനെ വാട്സപ്പിൽ ഒരു മെസ്സേജും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നന്നാവാം കേട്ടോ. ഓക്കെ ദെൻ ബൈ. Bye. Thank you, Miss. താങ്ക് യു മിസ്.